പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നമ്മുടെ ഡിഗ്രി മെയിൻസ് സബ് ഇൻസ്പെക്ടറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമ്മുടെ സൈക്കോളജി അല്ലേ. അപ്പോൾ ഏകദേശം 10 മാർക്കാണ് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിൽ സൈക്കോളജിക്കകത്ത് നിന്ന് ഉണ്ടാവുക. അപ്പം നമുക്ക് എന്തായാലും ഇന്ന് ഈ വീഡിയോയിൽ നമുക്ക് സൈക്കോളജിയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ചു പോവാം. അപ്പോൾ പഠിച്ചു കഴിഞ്ഞവർ എന്ത് ചെയ്യുക, ഇതൊരു റിവിഷൻ വീഡിയോ ആയിട്ട് എടുക്കുക. പഠിച്ചു തുടങ്ങാത്തവർ ഇതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു പോകാനായിട്ട് കൂടി ശ്രമിക്കുക. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും ക്ലാസ്സിലേക്ക് തന്നെ കിടക്കാം. അതിന് മുന്നേ നോളജ് ഫാക്ടറി PSC എന്ന് പറയുന്ന ഈ ഒരു ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലുള്ള ക്ലാസ്സുകൾക്കും വീഡിയോസിനും അപ്ഡേറ്റുകൾക്കും വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പം നമുക്ക് എന്തായാലും ക്ലാസ്സിലേക്ക് തന്നെ കിടക്കാം. സൈക്കോളജി. അപ്പോൾ ആദ്യം നമുക്ക് പഠിക്കേണ്ടത് എന്താണ് മനസ്സ് എന്നുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ ഈ മനസ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രോയിഡ് എന്ന് പറയുന്നത് ഒരു സൈക്കോളജിസ്റ്റ് ആണ്. അപ്പോൾ പുള്ളിക്കാരൻ ഫ്രോയിഡ് എന്ത് ചെയ്യുന്നുണ്ട്, മനുഷ്യന്റെ മനസ്സിനെ 3ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. അപ്പോൾ ഫ്രോയിഡ് എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റ് എന്ത് ചെയ്യുന്നു, മനുഷ്യന്റെ മനസ്സിനെ ഏറ്റവും പ്രധാനമായിട്ടും 3ആയിട്ടാണ് തരംതിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഒന്നെന്ന് പറയുന്നത് ബോധ മനസ്സ്, രണ്ടെന്ന് പറയുന്നത് ഉപബോധ മനസ്സ്, മൂന്നാമത് എന്താണ്, അബോധ മനസ്സെന്നാണ് കേട്ടോ. അപ്പൊ എന്തൊക്കെയാണ്? ബോധ മനസ്സ്, ഉപബോധ മനസ്സ്, അതുപോലെ തന്നെ അബോധ മനസ്സ്. ഓക്കെ, അപ്പൊ 3 രീതിയിലാണ് ഫ്രോയിഡ് എന്ത് ചെയ്യുന്നത്, മനുഷ്യ മനസ്സിനെ തരംതിരിക്കുന്നത്. അപ്പൊ ചോദ്യം ഇങ്ങനെ ആയിരിക്കാം, മനുഷ്യ മനസ്സിനെ 3ആയിട്ട് തരംതിരിച്ചത് ആരാണ് മനുഷ്യ മനസ്സിനെ 3ആയിട്ട് തരംതിരിച്ചത്? ഫ്രോയിഡ് ആണ് അല്ലെ. ഫ്രോയിഡ് ആണ് മനുഷ്യ മനസ്സിനെ 3ആയിട്ട് തരംതിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ആ 3 തരംതിരിവ് എന്ന് പറയുന്നത്? ഒന്ന് ബോധ മനസ്സായിട്ടും, 2 ഉപബോധ മനസ്സായിട്ടും, 3 അബോധ മനസ്സായിട്ടാണ് എന്ത് ചെയ്യുന്നത്, മനുഷ്യ മനസ്സിനെ തരംതിരിക്കുന്നതെന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത് നമുക്ക് നോക്കേണ്ടത് എന്താണ് ബോധ മനസ്സെന്നാണ്. അപ്പൊ പറഞ്ഞിടെ, എന്താണ് ബോധ മനസ്സ്? ഒരു വ്യക്തിയിൽ സാധാരണയായി കാണപ്പെടുന്ന മനസ്സിനെയാണ് എന്ത് ചെയ്യുന്നത്, ബോധ മനസ്സെന്ന് പറയുന്നത്. ഒരു വ്യക്തിയിൽ സാധാരണയായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ മനസ്സിനെയാണ് നമ്മൾ ബോധ മനസ്സെന്ന് പറയുന്നത്. ഇതിനകത്താണ് എന്ത് വരുന്നത്, സ്വതന്ത്ര ചിന്ത തുടങ്ങിയ പ്രവർത്തനങ്ങൾ ബോധ മനസ്സിലാണ് നടക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു വ്യക്തിയിൽ സാധാരണയായി കാണപ്പെടുന്ന മനസ്സിനെയാണ് നമ്മൾ ബോധ മനസ്സെന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെ ബോധ മനസ്സിലാണ് സ്വതന്ത്ര ചിന്ത തുടങ്ങിയ പ്രവർത്തനങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ നടക്കുന്നതെന്ന് അറിഞ്ഞിരിക്കുക. കൂടാതെ നമ്മുടെ ചിന്തകൾ, ഓർമ്മകൾ, ആഗ്രഹങ്ങൾ, എന്തൊക്കെയാണ് നമ്മുടെ ചിന്തകൾ, ഓർമ്മകൾ, ആഗ്രഹങ്ങൾ തുടങ്ങിയവയെല്ലാം പ്രവർത്തിക്കുന്നത് ബോധ മനസ്സിലാണ്. നമ്മുടെ ചിന്തകൾ, ഓർമ്മകൾ, ആഗ്രഹങ്ങൾ തുടങ്ങിയവയെല്ലാം പ്രവർത്തിക്കുന്നത് എവിടെയാണ്? നമ്മുടെ ബോധ മനസ്സിലാണ്. നമ്മുടെ ചിന്തകളും ഓർമ്മകളും ആഗ്രഹങ്ങളും ഒക്കെ പ്രവർത്തിക്കുന്നത് എവിടെയാണ്? നമ്മുടെ ബോധ മനസ്സിനകത്താണെന്ന് അറിഞ്ഞിരിക്കുക. സെറ്റല്ലേ? അപ്പോൾ ഒരു വ്യക്തിയിൽ സാധാരണയായി കാണപ്പെടുന്ന മനസ്സിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബോധ മനസ്സെന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെ സ്വതന്ത്ര ചിന്ത തുടങ്ങിയ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത് ബോധ മനസ്സിനകത്താണ്. അതിൽ തന്നെയാണ് ചിന്തകൾ, ഓർമ്മകൾ, ആഗ്രഹങ്ങൾ തുടങ്ങിയ എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെയൊക്കെ ബോധ മനസ്സിൽ തന്നെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യം കൂടി നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത് നമുക്ക് നോക്കേണ്ടത് എന്താണ് ഉപബോധ മനസ്സെന്നാണ് കേട്ടോ. അപ്പൊ എന്താണ് ഉപബോധ മനസ്സ്? ഒന്ന് നോക്കിയേ, ബോധ മനസ്സിനും അബോധ മനസ്സിനും ഇടയിലുള്ള ഒരു തലത്തിനെയാണ് നമ്മൾ ഉപബോധ മനസ്സെന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ബോധ മനസ്സിന്റെയും അതുപോലെ തന്നെ അബോധ മനസ്സിന്റെയും ഇടയിലുള്ള ഒരു തലമാണ് എന്ത്, ഉപബോധ മനസ്സ്. അപ്പൊ ബോധ മനസ്സിന്റെയും അബോധ മനസ്സിന്റെയും ഇടയിലുള്ളതാണ് എന്ത്, ഉപബോധ മനസ്സെന്ന് അറിഞ്ഞിരിക്കുക. കൂടാതെ പൂർണ്ണമായോ അപൂർണമായോ ഒരു വ്യക്തിയുടെ നിയന്ത്രണത്തിൽ അല്ലാത്തതും ആവശ്യഘട്ടങ്ങളിൽ വേഗം ബോധ മനസ്സിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതുമായ മനസ്സാണ് എന്ത്, ഉപബോധ മനസ്സ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അപ്പൊ ഉപബോധ മനസ്സിന്റെ ഒരു പ്രത്യേകതയാണ് ഇവിടെ പറയുന്നത്. എന്താണ്? പൂർണ്ണമായും ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ പൂർണ്ണമായോ അപൂർണമായോ ഒരു വ്യക്തിയുടെ നിയന്ത്രണത്തിൽ അല്ലാത്തതാണ് എന്ത്, ഉപബോധ മനസ്സ്. ഉപബോധ മനസ്സ് നമ്മുടെ നിയന്ത്രണത്തിൽ അല്ലേ. അപ്പൊ നമുക്കറിയാം, പൂർണ്ണമായോ അപൂർണമായോ നോക്കുകയാണെങ്കിലും ഒരു വ്യക്തിയുടെ നിയന്ത്രണത്തിൽ അല്ലാത്ത ഒരു മാനസിക തലത്തിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉപബോധ മനസ്സെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആവശ്യഘട്ടങ്ങളിൽ എന്ന് പറഞ്ഞാൽ അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ വേഗം എന്ത് ചെയ്യും, ഉപബോധ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നമ്മുടെ ബോധ മനസ്സിലേക്ക് കൊണ്ടുവരാൻ ആര് സഹായിക്കുന്നു? ഉപബോധ മനസ്സ് സഹായിക്കുന്നു. ഓക്കെ, അപ്പൊ ആവശ്യഘട്ടങ്ങളിൽ വേഗം ബോധ മനസ്സിലേക്ക് കൊണ്ടുവരാൻ കാര്യങ്ങളെ കൊണ്ടുവരാനായി സാധിക്കുന്ന എന്താണ്, ഈ ഉപബോധ മനസ്സാണെന്ന് അറിഞ്ഞിരിക്കുക. സ്വപ്നങ്ങളും മറ്റും ഉപബോധ മനസ്സിൽ സംഭവിക്കുന്നതാണ് കേട്ടോ. അപ്പൊ എന്താണ് സ്വപ്നങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉപബോധ മനസ്സിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ എന്താണ് ഉപബോധ മനസ്സെന്ന് പറഞ്ഞു? ഓക്കെ അല്ലേ? എന്താണ് ഇതിനകത്ത് പറയുന്നത്? ബോധ മനസ്സിന്റെയും
അബോധ മനസ്സിന്റെയും ഇടയിലുള്ള ഒരു തലത്തിനെയാണ് നമ്മൾ ഉപബോധ മനസ്സെന്ന് പറയുന്നത്. പൂർണ്ണമായോ അപൂർണമായോ ഒരു വ്യക്തിയുടെ നിയന്ത്രണത്തിൽ അല്ലാത്തതും എന്നാൽ ആവശ്യഘട്ടങ്ങളിൽ വളരെ വേഗം ബോധ മനസ്സിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതുമായിട്ടുള്ള ഒരു മനസ്സിനെയാണ് നമ്മൾ ഉപബോധ മനസ്സെന്ന് പറയുന്നത്. ഈ സ്വപ്നങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം നമ്മുടെ ഉപബോധ മനസ്സിൽ സംഭവിക്കുന്നതാണ്. നമ്മുടെ ഉപബോധ മനസ്സിൽ പതിഞ്ഞു കിടക്കുന്ന പല കാര്യങ്ങളുമാണ് നമ്മൾ സ്വപ്നങ്ങളായിട്ട് കാണുന്നത്. ഇപ്പോൾ നമുക്ക് ഉപബോധ മനസ്സിൽ നമ്മൾ ഒരാളെ കുറിച്ച് തന്നെ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് സ്വപ്നം കാണുമ്പോൾ എന്ത് ചെയ്യും, അയാളുടെ മുഖവും കാര്യങ്ങളൊക്കെ തന്നെ, അല്ലെങ്കിൽ ഒരു ഇൻസിഡന്റിനെ കുറിച്ച് നമ്മൾ ഉപബോധ മനസ്സിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് ചിന്തിക്കുകയാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ തന്നെയാവും നമ്മുടെ ബോധ മനസ്സിൽ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഉറക്കത്തിൽ സ്വപ്നങ്ങളായിട്ട് വരുന്നതും ആ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഉപബോധ മനസ്സിൽ എന്താണോ അത് തന്നെയാണ് നമുക്ക് സ്വപ്നങ്ങളിൽ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ ഇത്രയും കാലം കണ്ട സ്വപ്നങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഉപബോധ മനസ്സിൽ പതിഞ്ഞു കിടന്ന പല കാര്യങ്ങളുമാണ് നിങ്ങളുടെ മനസ്സിൽ സ്വപ്നങ്ങളായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞ എന്തൊക്കെയാണ്, ഒന്ന് ബോധ മനസ്സ് പറഞ്ഞല്ലേ, ഒരു വ്യക്തിയിൽ സാധാരണയായി കാണപ്പെടുന്ന ചിന്തയും ഓർമ്മയും ആഗ്രഹങ്ങൾ തുടങ്ങിയവയെല്ലാം പ്രവർത്തിക്കുന്ന എവിടെയാണ്, ബോധ മനസ്സിലാണ്. എന്നാൽ ഉപബോധ മനസ്സാകുമ്പോൾ എന്താണ് സംഭവം, ബോധ മനസ്സിന്റെയും അബോധ മനസ്സിന്റെയും ഇടയിലുള്ള ഒരു തലത്തിനെയാണ് നമ്മൾ ഉപബോധ മനസ്സെന്ന് പറയുന്നത്. കൂടാതെ പൂർണ്ണമായോ അപൂർണമായോ ഒരു വ്യക്തിയുടെ നിയന്ത്രണത്തിൽ അല്ലാത്തതും എന്നാൽ ആവശ്യഘട്ടങ്ങളിൽ എന്ത് ചെയ്യാം, ബോധ മനസ്സിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതുമായിട്ടുള്ള ഒരു ഘട്ടത്തിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മാനസിക ഘട്ടത്തിനെയാണ് നമ്മൾ ഉപബോധ മനസ്സെന്ന് പറയുന്നത്. സ്വപ്നങ്ങളും മറ്റുമൊക്കെ ഉപബോധ മനസ്സിൽ സംഭവിക്കുന്നതാണെന്ന് നമ്മൾ എന്ത് ചെയ്തു, പഠിച്ചിട്ടുണ്ടായിരുന്നല്ലേ. അപ്പൊ നമുക്ക് ഇനി നോക്കേണ്ടതെന്ന് പറയുന്നത് എന്താണ് അബോധ മനസ്സെന്നാണ്. എന്താണ് അബോധ മനസ്സ്? അപ്പോൾ അബോധ മനസ്സ് എന്താണെന്ന് പറയുന്നതിന് മുന്നേ നമ്മുടെ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഇപ്പൊ തന്നെ ഒന്ന് കമന്റ് ആയിട്ട് കൂടി രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതിന്റെ പാർട്ട് 2 വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്താൽ നമുക്ക് വരും ദിവസങ്ങളിൽ എന്ന് വെച്ചാൽ നാളെ തന്നെ നമുക്ക് ഇതിന്റെ പാർട്ട് 2 കൂടി ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് അബോധ മനസ്സ്. അപ്പോൾ പറഞ്ഞ എന്താണ് അബോധ മനസ്സെന്ന് പറഞ്ഞാല് ഫ്രോയിഡിന്റെ അഭിപ്രായത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ അത് അബോധ മനസ്സാണ് കേട്ടോ. അപ്പോൾ ഫ്രോയിഡിന്റെ അഭിപ്രായത്തിൽ ഈ മാനസിക ഘട്ടങ്ങളിൽ 3 നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണ്? ഒന്ന് ബോധ മനസ്സ്, ഉപബോധ മനസ്സ്, അതുപോലെ തന്നെ അബോധ മനസ്സ് അല്ലേ. അപ്പോൾ ഫ്രോയിഡിന്റെ അഭിപ്രായത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതെന്ന് ചോദിച്ചാൽ അത് അബോധ മനസ്സാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഫ്രോയിഡിന്റെ അഭിപ്രായത്തിൽ മാനസിക ഘട്ടങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് ചോദിച്ചാൽ അത് അബോധ മനസ്സാണെന്നാണ് പറയുന്നത്. ഒരു മനുഷ്യന്റെ വ്യവഹാരങ്ങളും സ്വഭാവവും വ്യക്തിത്വവും എല്ലാം നിർണ്ണയിക്കുന്നത് അബോധ മനസ്സാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിന്റ് ആണ്. ഒരു മനുഷ്യന്റെ വ്യവഹാരവും സ്വഭാവവും വ്യക്തിത്വവും എല്ലാം നിർണ്ണയിക്കുന്നത് എന്താണ്? അബോധ മനസ്സാണ് അല്ലെ. ഒരു മനുഷ്യന്റെ വ്യവഹാരവും സ്വഭാവവും വ്യക്തിത്വവും എല്ലാം നിയന്ത്രിക്കുന്ന എന്താണ്? അത് പുള്ളിക്കാരന്റെ അബോധ മനസ്സാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഒരു മനുഷ്യന്റെ സ്വഭാവത്തിലും വ്യക്തിവാദത്തിലുമെല്ലാം ഏറ്റവും സ്വാധീനം ചെലുത്തുന്നത് അന്തർലീനമായിരിക്കുന്ന ചിന്തകളും ആഗ്രഹങ്ങളുമാണ്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നിലനിൽക്കുന്ന എവിടെയാണ്? ആ വ്യക്തിയുടെ അബോധ മനസ്സിലാണെന്നാണ് പറയുന്നത്. അപ്പൊ പറഞ്ഞത് മനസ്സിലായല്ലോ. ഒരു മനുഷ്യന്റെ സ്വഭാവത്തിലും വ്യക്തിത്വത്തിലും ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്നത് പുള്ളിയുടെ ഉള്ളിൽ കിടക്കുന്ന ചിന്തകളും ആഗ്രഹങ്ങളും ഒക്കെയാണ്. ഈ ഉള്ളിൽ കിടക്കുന്ന കാര്യങ്ങളെല്ലാം എവിടെയാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്? അതെല്ലാം അബോധ മനസ്സിനകത്താണ് കേട്ടോ. അപ്പോൾ ഒരു മനുഷ്യന്റെ വ്യവഹാരങ്ങളും സ്വഭാവവും വ്യക്തിത്വവും എല്ലാം നിർണ്ണയിക്കുന്ന എന്ത് തന്നെയാണ്? ആ പുള്ളിയുടെ അബോധ മനസ്സാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫ്രോയിഡിന്റെ അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളതും എന്ത് തന്നെയാണ്? അബോധ മനസ്സാണ്. അപ്പോൾ ഫ്രോയിഡിന്റെ അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ അത് അബോധ മനസ്സിനകത്താണ്. ഒരു മനുഷ്യന്റെ വ്യവഹാരങ്ങളും സ്വഭാവവും വ്യക്തിത്വവും എല്ലാം നിർണ്ണയിക്കുന്ന എന്ത് തന്നെയാണ്? അബോധ മനസ്സ് തന്നെയാണ്. മാത്രമല്ല ഒരു മനുഷ്യന്റെ സ്വഭാവത്തിലും അതുപോലെ തന്നെ വ്യക്തിവാദത്തിലും എല്ലാം ഏറ്റവും സ്വാധീനം ചെലുത്തുന്നത് അന്തർലീനമായിട്ടുള്ള ഉള്ളിൽ കിടക്കുന്ന ചിന്തകളും ആഗ്രഹങ്ങളുമാണ്. ഇതെല്ലാം എവിടെയാണുള്ളത്? ആ പുള്ളിയുടെ അബോധ മനസ്സിലാണുള്ളത് എന്നുകൂടി അറിഞ്ഞിരിക്കുക. മാത്രമല്ല ജന്മസിദ്ധമായിട്ട് ലഭിച്ചിരിക്കുന്ന കഴിവുകളുടെ സംഭരണിയായിട്ട് ഫ്രോയിഡ് കണക്കാക്കുന്ന എന്തിനെയാണ്? അബോധ മനസ്സിനെയാണ് കേട്ടോ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു മറ്റൊരു പോയിന്റാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ജന്മസിദ്ധമായിട്ട് നമ്മൾ ജനിച്ചപ്പോൾ തന്നെ നമുക്ക് ലഭിച്ചിട്ടുള്ള കഴിവുകളുടെ സംഭരണിയായിട്ട്, അപ്പോൾ ജന്മസിദ്ധമായിട്ട് നമുക്ക് ലഭിച്ച കഴിവുകളുടെ സംഭരണിയായിട്ട് ഫ്രോയിഡ് കണക്കാക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞ് ചോദിക്കാം. ഓപ്ഷൻ എ എന്ന് പറയുന്നത് എന്താണ്? ബോധ മനസ്സ്. ഓപ്ഷൻ ബി ഉപബോധ മനസ്സ്. ഓപ്ഷൻ സി അബോധ മനസ്സ്. ഓപ്ഷൻ ഡി ഇവയൊന്നും അല്ല. നിങ്ങൾ എന്താണ് പറയേണ്ടത്? അതിൽ അബോധ മനസ്സാണ് അല്ലേ പറയേണ്ടത്. അപ്പോൾ ജന്മസിദ്ധമായിട്ട് ലഭിച്ചിട്ടുള്ള കഴിവുകളുടെ സംഭരണിയായിട്ട് ഫ്രോയിഡ് കണ്ടെത്തിയിട്ടുള്ള അല്ലെങ്കിൽ കണക്കാക്കുന്ന എന്തിനെയാണ്? അത് അബോധ മനസ്സിനെയാണെന്ന് കൂടി അറിഞ്ഞിരിക്കുക. സെറ്റല്ലേ? അപ്പൊ എന്താണ് ബോധ മനസ്സെന്നും എന്താണ് ഉപബോധ മനസ്സെന്നും എന്താണ് അബോധ മനസ്സെന്നും മനസ്സിലായി എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. മാത്രമല്ല ഇതിനകത്ത് 1-2 പോയിന്റുകളോട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. മനസ്സിന്റെ അബോധ തലത്തിലുള്ളവ എന്തൊക്കെയാണെന്ന് ചോദിക്കാം. എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിന്റെ അബോധ തലത്തിലുള്ള പോയിന്റുകൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്നെന്ന് പറയുന്നത് മറഞ്ഞിരിക്കുന്ന ഓർമ്മകൾ,
ആഗ്രഹങ്ങൾ, വേദനാജനകമായിട്ടുള്ള അനുഭവങ്ങൾ തുടങ്ങിയവയാണ്. അപ്പം നമ്മുടെ അബോധ മനസ്സിൽ ഏറ്റവും കൂടുതലുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ്? മറഞ്ഞിരിക്കുന്ന ഓർമ്മകളാണ്. ഒന്നിലും നമ്മൾ ആഗ്രഹിക്കണം എന്ന്, അല്ലെങ്കിൽ നമുക്ക് വേണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഓർമ്മകളോ, അല്ലെങ്കിൽ നമുക്ക് ആഗ്രഹിക്കാൻ താല്പര്യമില്ലാത്ത ഓർമ്മകളോ, അല്ലാന്നുണ്ടെങ്കിൽ വേദനാജനകമായിട്ടുള്ള അനുഭവങ്ങളോ ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ മനസ്സിന്റെ അബോധ മനസ്സിനകത്ത് ഒളിഞ്ഞു കിടക്കുന്നത്. മാത്രമല്ല, നമ്മുടെ വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന അന്തർലീനമായിട്ടുള്ള അബോധ മനസ്സിന്റെ ഉള്ളടക്കങ്ങൾ ചിലപ്പോൾ സ്വപ്നങ്ങളിലൂടെ പുറത്തേക്ക് വരാമെന്നും അതുകൊണ്ട് തന്നെ മാനസിക പ്രശ്നങ്ങളെ ചികിത്സിക്കാൻ സ്വപ്നാപഗ്രഥനം പ്രയോജനപ്പെടുത്താവുന്നതുമാണെന്നാണ് ആര് പറയുന്നത്? നമ്മുടെ ഫ്രോയിഡ് പറയുന്നത്. അപ്പോൾ സ്വപ്നാപഗ്രഥനം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും കൊണ്ടുവന്ന ആര് തന്നെയാണ്? ഫ്രോയിഡ് ആണ് കേട്ടോ. അപ്പോൾ ഒരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് ഈ പോയിന്റ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന അന്തർലീനമായിട്ടുള്ള അബോധ മനസ്സിന്റെ ഉള്ളടക്കങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്യാം? സ്വപ്നത്തിലൂടെ പുറത്തു വന്നേക്കാം അല്ലെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക? മാനസിക പ്രശ്നങ്ങളെ ചികിത്സിക്കാനായിട്ട് സ്വപ്നാപഗ്രഥനം പ്രയോജനപ്പെടുത്താമെന്നാണ് ആര് പറയുന്നത്? ഫ്രോയിഡ് പറയുന്നത്. മാത്രമല്ല, പറയാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ പോലും പലപ്പോഴും പുറത്തേക്ക് വന്നു പോകുന്നത് അബോധ മനസ്സിന്റെ പ്രവർത്തനം കൊണ്ട് തന്നെയാണ്. അതായത് തെറ്റുകൾ പോലും യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയുടെ സ്വഭാവത്തെയും വ്യക്തിത്വത്തെയും പ്രതിഫലിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മളിപ്പോ രണ്ടുപേരും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മൾ പലപ്പോഴും നല്ല ഫ്രണ്ട്സ് ആണെന്ന് വയ്ക്കുക. അപ്പോൾ പലപ്പോഴും നമ്മൾ പറയണ്ടെന്ന് വിചാരിച്ച കാര്യം എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ഫ്ലോയിൽ ഇങ്ങ് പുറത്തേക്ക് വരും അല്ലേ. അപ്പോൾ അത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറയാൻ ആഗ്രഹിക്കാത്ത പല കാര്യങ്ങളും എന്ത് ചെയ്യും? പലപ്പോഴും നമ്മൾ തുറന്ന് പറഞ്ഞു പോകും. അപ്പോൾ ഇതെല്ലാം സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതെല്ലാം നമ്മുടെ അബോധ മനസ്സിനകത്തുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതായത് നമ്മുടെ തെറ്റുകളും, നമ്മൾ ചെയ്യുന്ന പല തെറ്റുകളും യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയുടെ സ്വഭാവത്തിനെയും വ്യക്തിത്വത്തിനെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ വേറൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു ചിത്രം വരയ്ക്കുന്ന ആൾ, ഒരു പടം വരയ്ക്കുന്ന ആള്, അപ്പോൾ പുള്ളിക്കാരന്റെ പെയിന്റിങ്സ് നോക്കിയാൽ പുള്ളിയുടെ സ്വഭാവം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. എന്ന് വെച്ചാൽ പുള്ളിയുടെ ചിന്ത എന്താണ്, പുള്ളി എന്തൊക്കെയാണ് ചിന്തിക്കുന്നത്, പുള്ളിയുടെ വേ ഓഫ് തോട്ട്, പുള്ളിയുടെ മനസ്സിലുള്ള കാര്യങ്ങൾ, അതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? അദ്ദേഹത്തിന്റെ പെയിന്റിങ്സിലൂടെ പുറത്തു വരുന്നത് കേട്ടോ. അപ്പോൾ പറയാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ പോലും പലപ്പോഴും പുറത്തേക്ക് വന്നു പോകുന്നത് അബോധ മനസ്സിന്റെ പ്രവർത്തനം കൊണ്ടാണ് എന്നൊന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ. അപ്പോൾ പറയാൻ ആഗ്രഹിക്കാത്ത പല കാര്യങ്ങളും പുറത്തേക്ക് വരുന്നത് എന്ത് ചെയ്യാണ്? നമ്മുടെ അബോധ മനസ്സിന്റെ പ്രവർത്തനം മൂലമാണ്. മാത്രമല്ല, തെറ്റുകൾ പോലും യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയുടെ സ്വഭാവത്തെയും വ്യക്തിത്വത്തെയാണ് എന്ത് ചെയ്യുന്നത്? സൂചിപ്പിക്കുന്നത് എന്നുകൂടി നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ. അപ്പോൾ അബോധ മനസ്സുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ ഇത്രയാണുള്ളത്. അതിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞ എന്തൊക്കെയാണ്? ബോധ മനസ്സിനെ കുറിച്ച് പറഞ്ഞു, ഉപബോധ മനസ്സിനെ കുറിച്ച് പറഞ്ഞു, അബോധ മനസ്സിനെ കുറിച്ച് പറഞ്ഞല്ലേ. അതിൽ തന്നെ ഫ്രോയിഡിന്റെ അഭിപ്രായത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് എന്തിനാണെന്ന് ചോദിച്ചാൽ അത് അബോധ മനസ്സിനകത്താണ് എന്നൊന്ന് അറിഞ്ഞിരിക്കുക. നമ്മുടെ മനസ്സിലുള്ള ഓർമ്മകളും ആഗ്രഹങ്ങളും വേദനാജനകമായിട്ടുള്ള അനുഭവങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? അബോധ മനസ്സിലൂടെ പുറത്തേക്ക് വരുന്നത്, അല്ലെങ്കിൽ അബോധ മനസ്സിനകത്ത് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. മാത്രമല്ല, നമ്മുടെ വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന അന്തർലീനമായിട്ടുള്ള പല കാര്യങ്ങളും പുറത്തേക്ക് വരുന്നത് നമ്മുടെ സ്വപ്നങ്ങളിലൂടെയാണ് അല്ലെ. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയുടെ സ്വപ്നാപഗ്രഥനം നടത്തിയാൽ ആ വ്യക്തിയുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങളെ നമുക്ക് ചികിത്സിക്കാൻ കഴിയുമെന്നൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഫ്രോയിഡ് പറയുന്നത്. പിന്നെ നമ്മൾ പറയണ്ടെന്ന് വിചാരിച്ച പല കാര്യങ്ങളും പുറത്തേക്ക് പറഞ്ഞു പോകുന്നതും, അതുപോലെ ഒരു പെയിന്റിങ് അല്ലെങ്കിൽ ഒരു ചിത്രകാരന്റെ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ആർട്ടിസ്റ്റിക് വർക്കുകൾ കണ്ടാലും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹത്തിന്റെ ചിന്തകൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന അബോധ മനസ്സിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ മനസ്സിന്റെ 3 ഘട്ടങ്ങൾ. ആര് പറഞ്ഞതാണ്? നമ്മുടെ ഫ്രോയിഡ് മനുഷ്യ മനസ്സിനെ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു. അതിൽ പറഞ്ഞിട്ടുള്ള ബോധ മനസ്സ്, ഉപബോധ മനസ്സ്, അബോധ മനസ്സ് എന്നീ പറയുന്ന പോയിന്റ് ഇത്രയുമാണ്. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് വളരെയധികം ക്ലിയർ ആയി എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും നമുക്ക് ഒരുപാട് ഉണ്ട്, നമുക്ക് കുറച്ചായിട്ട് പഠിക്കാം അല്ലേ. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണ് എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിന്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക? അതുകൂടി കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് എന്തായാലും പുതിയൊരു വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.